ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അഞ്ചലിൽ മൊബൈൽ കടയിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദമ്പതികളും കടയിലെ ജീവനക്കാരനും ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അലയമൺ കരുകോൺ ഷാൻ മൻസിലിൽ 24 വയസ്സുള്ള നാസിം സുൽത്താൻ, ഇയാളുടെ ഭാര്യ കടയ്ക്കൽ ചാണപ്പാറ ഷിബുഭവനിൽ 28 വയസ്സുള്ള ആര്യ, സഹായിയും കവർച്ച നടന്ന കടയിലെ ജീവനക്കാരനുമായ ചെണ്ണപ്പെട്ട ഒറ്റത്തെങ്ങുവിള വീട്ടിൽ 18 വയസ്സുള്ള അഭിഷേക് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് പുലർച്ചെയോടെ അഞ്ചൽ മുക്കടയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ മാൾ എന്ന സ്ഥാപനത്തിൽ കവർച്ച നടക്കുന്നത്. 1.5 ലക്ഷത്തോളം രൂപയും ഐഫോണുകളും ഉൾപ്പെടെയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് മുൻവശത്തെ ഗ്ലാസ് ഡോറിന്റെ പൂട്ട് തുറന്നിരിക്കുന്നതായി കണ്ടെത്തുന്നത്. ഉടൻ വിവരം കടയുടമയെ അറിയിക്കുകയും കടയുടമ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഉടൻ സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം അന്വേഷണം ആരംഭിച്ചു. കടയിലെ CCTV ക്യാമറകൾ DVR തകരാറിലായതിനെ തുടർന്ന് പ്രവർത്തിച്ചിരുന്നില്ല. പകരം താൽക്കാലികമായി വെച്ചിരുന്ന ക്യാമറ ഓഫ് ചെയ്തായിരുന്നു കവർച്ച. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ജീവനക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കവേ തോന്നിയ പന്തികേടാണ് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടാൻ പോലീസിന് സഹായകരമായത്. CCTV ദൃശ്യങ്ങളിൽ കവർച്ച സമയത്ത് എത്തിയ ഇന്നോവ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അഭിഷേകിന്റെ ബന്ധുവെത്തിയ കാറാണിതെന്ന് കണ്ടെത്തുകയും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കവർച്ചയുടെ യഥാർത്ഥ പ്രതികളിലേക്ക് പോലീസ് എത്തുകയുമായിരുന്നു. ജീവനക്കാരനായ അഭിഷേകിന്റെ സഹായത്തോടെ നാസിം സുൽത്താനും ഭാര്യ ആര്യയും ചേർന്നാണ് കവർച്ച നടത്തിയത്. അഭിഷേകിന്റെ പക്കലിൽ നിന്നും കടയുടെ താക്കോൽ സ്വന്തമാക്കിയ 1-ാം പ്രതി ആര്യയാണ് കവർച്ച നടത്തിയത്. ആര്യ കവർച്ച നടത്തി പുറത്തിറങ്ങും വരെയുള്ള സമയം ഭർത്താവ് നാസിം സുൽത്താനും അഭിഷേകും ഇന്നോവ കാറിൽ അല്പം ദൂരെയായി മാറി നിൽക്കുകയായിരുന്നു. കവർച്ച ചെയ്ത 1.5 ലക്ഷത്തോളം രൂപയിൽ ഭൂരിഭാഗവും ആര്യയും നാസിമും താമസിക്കുന്ന മടത്തറയിലെ വാടക വീട്ടിൽ നിന്നും കണ്ടെത്തി. പണം AC-യുടെ വിൻഡോയ്ക്കുള്ളിൽ നിന്നും മൊബൈൽ ഫോണുകൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വെള്ളത്തിൽ മുക്കിയിട്ട നിലയിലുമാണ് പോലീസ് കണ്ടെത്തിയത്. ഇവർ കവർച്ചയ്ക്കായി ഉപയോഗിച്ച ഇന്നോവ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യപരിശോധനയും തെളിവെടുപ്പുകളും പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആര്യയ്ക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതയാണ് കവർച്ചയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു. നമ്മൾ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായത് ഈ കടയിലെ ഒരു സ്റ്റാഫാണ് ഇതിനകത്ത് ഈ കുറ്റം ചെയ്യാനായിട്ട് പ്രതികൾക്ക്, അതായത് 1-2 പ്രതികൾക്ക് കുറ്റം ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ കടയിലെ സ്റ്റാഫായ അഭിഷേക് എന്ന് പറയുന്ന പയ്യൻ ഇതിൻ്റെ ചാവി, അതായത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങാവുന്ന ചാവി 1-ാം പ്രതിക്ക് കൊടുക്കുകയും 1-ാം പ്രതി 23-ാം തീയതി വെളുപ്പിന് ഒരു 1:30 മണിയോടുകൂടി 1-2 പ്രതികൾ വന്ന് 1-ാം പ്രതി കടയ്ക്ക് ഉള്ളിൽ കയറുകയും 4 മൊബൈൽ ഫോണുകൾ, അതിനകത്ത് 2 ഫോൺ ഐഫോണാണ്, ഏകദേശം നല്ല വിലയുള്ള ഐഫോണാണ്. അപ്പോൾ 4 ഫോണുകൾ എടുക്കുകയും ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 1,40,000 രൂപ മോഷണം ചെയ്തുകൊണ്ട് പോയിട്ട് 1-2 പ്രതികൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഈ അന്വേഷണം നടത്തി 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഈ മുതലുകൾ ഇവരെ വീട്ടിൽ നിന്ന് നമ്മൾ ബന്ധവസ്ഥയിലെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അഞ്ചൽ SHO ബിജു, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. നാട്ടുവാർത്ത, അഞ്ചൽ. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ അവിസ്മരണീയമായ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പ്രൗഢിയുടെ പര്യായമായ വെഗനി കൺവെൻഷൻ സെന്റർ, അഞ്ചൽ. ഏതു വലിയ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ വിശാലമായ സ്റ്റേജുകൾ, ലോകോത്തര നിലവാരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി, 2 ഏക്കറോളം വരുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പ്രൈം ലൊക്കേഷനും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇവന്റുകൾ ഞങ്ങൾ ഒരുക്കുന്നു. വെഗനി കൺവെൻഷൻ സെന്റർ, മാർത്തോമ പള്ളിക്ക് എതിർവശം, കണ്ണൻകോട്, അലയമൺ, അഞ്ചൽ.